കോഴിക്കോട് കടപ്പുറം മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്ന ഇഫ്താർ സംഗമങ്ങൾക്ക് സാക്ഷിയാവുകയാണ്. ഇത്തവണ നാട്ടുവെളിച്ചം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സൗത്ത് ബീച്ചിൽ നടന്ന ഇഫ്താർ വിരുന്നിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. നാട്ടുവെളിച്ചം ഏറെക്കുറെ 8 വർഷം മുമ്പാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് രൂപം കൊള്ളുന്നത് കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചിട്ടാണ്. ടൗൺ ഹാളിൽ എല്ലാ ദിവസവും പാടിപ്പോകുന്ന കുറേ ആളുകൾ, ആ പാട്ട് കേൾക്കാൻ വരുന്നവർക്കിടയിൽ രൂപപ്പെടുന്ന ഒരു മാനസികമായ ഐക്യമുണ്ട്. ആ ഐക്യത്തിൽ നിന്ന് ആസ്വാദക പക്ഷത്തു നിന്നാണ് നാട്ടുവെളിച്ചം രൂപം കൊള്ളുന്നത്. ഗായകരായി സംഘടിപ്പിച്ചുകൊണ്ടല്ല അതിൻ്റെ രൂപീകരണം. പാട്ടിനെ സ്നേഹിക്കുന്നവരുടെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് പാടാൻ അവസരം ലഭ്യമാകാതെ പോകുന്ന കുറേ ആളുകളുണ്ട്. അവർക്ക് അവസരം എങ്ങനെ ഒരുക്കി കൊടുക്കാൻ വേണ്ടി കഴിയുന്നുള്ള ചിന്തയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ നാട്ടുവെളിച്ചം എന്ന സംഘടന 8 വർഷം മുമ്പ് രൂപീകരിക്കുന്നത്. പാട്ടിനെയും സംഗീതത്തെയും സ്നേഹിക്കുന്നവരുടെ കൂട്ടായ്മയായ നാട്ടുവെളിച്ചം വർഷങ്ങളായി ഇഫ്താർ സംഗമങ്ങൾക്ക് വേദിയൊരുക്കാറുണ്ട്. കൂടാതെ എല്ലാ ദിവസവും പാടാൻ ആഗ്രഹമുള്ളവർക്കായി സംഗീത പരിപാടി സംഘടിപ്പിച്ചുകൊണ്ടാണ് നാട്ടുവെളിച്ചം എന്ന കൂട്ടായ്മ കോഴിക്കോടിന്റെ സാംസ്കാരിക ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. കോഴിക്കോട് ബീച്ചിൽ ഞങ്ങൾ 6 ഇഞ്ച് മൈക്കുമായിക്കൊണ്ട് കടന്നു വരുമ്പം ഞങ്ങൾ 3 പേരായിക്കൊണ്ടാണ് കടന്നു വരുന്നത്. ആ 3 പേരിലേക്ക് പാട്ടിനെ സ്നേഹിക്കുന്നവർ പിന്നെ ഇങ്ങനെ കൂടിച്ചേർന്ന് ഇന്ന് 40 കുടുംബങ്ങളാണ് നാട്ടുവെളിച്ചത്തിലുള്ളത്. 40 കുടുംബത്തിലെ ഞങ്ങൾ വ്യക്തികളെ സ്വീകരിക്കാറില്ല, കുടുംബത്തിനെയാണ് നാട്ടുവെളിച്ചത്തിലേക്ക് ഞങ്ങൾ സ്വീകരിക്കാറുള്ളത്. ഒരു വ്യക്തി വരുമ്പം അവരെ മക്കളും ഭാര്യമാരും എല്ലാം ഇതിൻ്റെ ഭാഗമായി തീരുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് നിർബന്ധമുള്ളതായിട്ടുള്ള ചില കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ഈ സംഘടനക്ക് മെമ്പർഷിപ്പ് ഇല്ല, അതുപോലെ തന്നെ ഭാരവാഹികളും ഇല്ല. സംഗീത വഴിയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്കുൾപ്പെടെ സജീവമാവുകയാണിപ്പോൾ ഈ ചെറിയ വലിയ കൂട്ടായ്മ.